ഈ റിപ്പോർട്ടിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ കോഴിക്കോട് KSU മാർച്ചിൽ സംഘർഷം. തത്സമയത്തിലേക്ക്. വിശദാംശങ്ങൾ നൽകും മനീഷ. നേരിയ തോതിൽ സംഘർഷമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കണ്ടു. സാഹചര്യം നിലവിലത്തെ എങ്ങനെയാണ് അവിടെ? നിലവിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെങ്കിലും ഒരു സംഘർഷത്തിന്റെ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. KSU പ്രവർത്തകരാണ് ഇപ്പോൾ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേരളം ആകെ ഈ വലിയ പ്രതിഷേധത്തിലാണ്. കോൺഗ്രസിന്റെ പോഷക സംഘടനകളും തിരുവനന്തപുരത്ത് നടത്തിയ മാർച്ചിൽ തുടർച്ചയായ ദിനങ്ങളിൽ വലിയ അക്രമം തന്നെ പ്രവർത്തകർക്കെതിരെ അഴിച്ചുവിടുന്നു എന്ന ആരോപണമാണ് KSU ഉന്നയിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് വരുന്നത്. ആദ്യ വിഭാഗം കുട്ടികളെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി കഴിഞ്ഞിരിക്കുന്നു. പോലീസ് വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവരെ അവിടെ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. വലിയ പ്രതിഷേധം, വലിയ രൂക്ഷമായ മുദ്രാവാക്യം വിളികൾ തന്നെയാണ് ആ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ആക്ഷേപങ്ങൾ ഉയരുന്നത് ഈ സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ SFIക്ക് എതിരെ അല്ലെങ്കിൽ DYFI പ്രവർത്തകർക്കെതിരെ മാർദ്ദവമുള്ള നിലപാട് സ്വീകരിക്കുന്നു. എന്നാൽ മറുവശത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വളരെ കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന ആരോപണമാണ് ഉന്നയിച്ചു വരുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന പോലീസ് നടപടികൾ ഇവയിലൊക്കെ പ്രതിഷേധിച്ചാണ് ഇന്ന് മാർച്ച് നടത്തിയത്. KSU പ്രവർത്തകർ വലിയ പ്രതിഷേധമാണ് നടത്തിയത്. കൊടികളുമായി അവർ രൂക്ഷമായ മുദ്രാവാക്യം വിളികളിലൂടെയാണ് കമ്മീഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറുന്നതിനുള്ള ശ്രമം നടത്തിയത്. ബാരിക്കേഡുകൾ ഉപയോഗിച്ച് പോലീസ് ഈ ശ്രമത്തെ തടയുകയുണ്ടായി. എന്നാൽ പിന്നീട് ബലപ്രയോഗത്തിലൂടെ പോലീസ് പ്രവർത്തകരെ നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നിലത്ത് വീണും മറ്റ് ബലം പ്രയോഗിച്ചുമൊക്കെ പോലീസിന്റെ നടപടിക്രമങ്ങളെ ചെറുക്കാൻ ശ്രമിക്കുന്ന KSU പ്രവർത്തകരെ നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തന്നെ DD ഓഫീസിലേക്ക് KSU പ്രവർത്തകർ ഒരു ഉപരോധവുമായി എത്തിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച ആരോപിച്ച് അന്നും വലിയ ബലപ്രയോഗം തന്നെ പോലീസ് KSUവിനെതിരെ നടത്തുകയും ചെയ്തിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ തന്നെ ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ സ്ഥലത്തു നിന്നും നീക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രവർത്തകരുമായി ഒരു പോലീസ് വാഹനം അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ സ്ഥിതിഗതികൾ ഏതാണ്ട് നിയന്ത്രണ വിധേയമെന്ന് പറയാമെങ്കിലും KSU പ്രവർത്തകരുടെ വലിയ പ്രതിരോധമാണ്, പ്രക്ഷോഭമാണ് കോഴിക്കോട്ടും കണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ കോൺഗ്രസും പോഷക സംഘടനകളും സമരം, പ്രക്ഷോഭം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അനീഷ, ഇന്നിപ്പോൾ തലസ്ഥാനത്തുണ്ടായ KPCC മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കൂടി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു മാർച്ച് നടന്നിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളായി തന്നെ കോൺഗ്രസിന്റെയും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ നടത്തുന്ന മാർച്ചുകൾക്കും പ്രതിഷേധങ്ങൾക്കുമെതിരെ വളരെ ശക്തമായ നടപടിയാണ് അല്ലെങ്കിൽ ാണ് കോൺഗ്രസ് ക്യാമ്പിനുള്ളത്. KSU പ്രവർത്തകർ കഴിഞ്ഞ ദിവസം നടത്തിയ DD ഓഫീസ് മാർച്ചിലും കോഴിക്കോട് തന്നെ അത്തരം മാർച്ചിന് നേരെ വലിയ മുറ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ജില്ലാ പ്രസിഡന്റ് സൂരജിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് CCTV ക്യാമറ ഇല്ലാത്ത സ്ഥലം കേന്ദ്രീകരിച്ച് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെ പ്രതിപക്ഷ VD സതീശൻ തന്നെ ആരോപണം ഉന്നയിച്ച ഒരു
സാഹചര്യമുണ്ട്. ഇതിന്റെയൊക്കെ തുടർച്ചയായാണ് തൊട്ടടുത്ത ദിവസം തന്നെ KSU പ്രവർത്തകർ ഈ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ബഹുജന മാർച്ച് നടത്തിയ പ്രവർത്തകരെ അതിക്രൂരമായി പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്നിപ്പോൾ കോഴിക്കോട് ഈ മാർച്ച് നടക്കുന്നത്. ഈ മാർച്ച് നടത്തുന്ന പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഘത്തെ കൊണ്ടുപോയി കഴിയുകയും ചെയ്തിരിക്കുന്നു. നിലത്ത് വീണുകിടന്നാണ് പോലീസ് നടപടിയോട് പ്രവർത്തകർ പ്രതിരോധിച്ചത്. അറസ്റ്റിന് കൂട്ടാക്കാതെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ച. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ്. കോൺഗ്രസും പോഷക സംഘടനകളും കമ്മീഷണർ ഓഫീസിലേക്ക് കോഴിക്കോട് KSU നടത്തിയ മാർച്ച് നേരിയ തോതിൽ സംഘർഷത്തിലേക്ക് കടന്നു. ബലം പ്രയോഗിച്ച് പോലീസുകാർ ഇത്തരത്തിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്.